ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഉരുളക്കിഴങ്ങിനകത്ത് മീറ്റ് ഫില്ലിങ് സ്റ്റഫ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഈ സ്നാക്ക്. വളരെ ടേസ്റ്റിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാം, ഈവനിങ് സ്നാക്കായിട്ടും കഴിക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 300 ഗ്രാം മിൻസ്ഡ് മീറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ എല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യാം. അല്പം കോൺഫ്ലവർ ചേർക്കുകയാണെങ്കിൽ ഈ മിൻസ്ഡ് മീറ്റ് ഒത്തിരി അങ്ങോട്ട് കട്ടാതെ നമുക്കിത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനത് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വീതം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള 2 സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കാം. സ്പ്രിംഗ് അണിയൻ്റെ വൈറ്റ് ഭാഗം കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. 1 സ്പ്രിംഗ് അണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ വൈറ്റ് ഭാഗമാണ് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇതുപോലെ നിറം മാറി തുടങ്ങുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മിൻസ്ഡ് മീറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. 300 ഗ്രാം അളവിലാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്ത വീഡിയോസൊക്കെ ഉറപ്പുവരുത്തുകയും ചെയ്യാം. ഇപ്പോൾ ബീഫ് നല്ലതുപോലെ മസാലയുമായി മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടിയാണ് ഇതിന് കൂടുതൽ ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം. മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ബീഫൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണം. മസാലപ്പൊടികളുടെ പച്ചക്കുത്തൊക്കെ മാറി നന്നായിട്ട് കുക്കാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. നേരിയതായിട്ട് വെള്ളം കുറച്ച് ബാക്കി വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുറച്ച് നനവോട് കൂടിയ പാകത്തിൽ നമ്മളിത് തുറന്ന് ഇതിലേക്ക് ഇനി ചേർക്കാനുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ നേരിയതായിട്ട് അരിഞ്ഞ ക്യാബേജ് ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് അളവിൽ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചീര പൊടിയായി അരിഞ്ഞൊക്കെ ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിരിക്കും. വെജിറ്റബിളൊക്കെ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ ആഡ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരറിയാതെ തന്നെ വെജിറ്റബിൾസൊക്കെ അവരുടെ ഉള്ളിൽ ചെല്ലും. വളരെ നല്ലതാണ് വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബീഫിൽ വളരെ കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള മസാലയ്ക്ക് വേണ്ടിയുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ ഗ്രീൻ അണിയനും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നല്ലതുപോലെ 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയായി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ മീറ്റ് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്റ്റഫ് ചെയ്യാനുള്ള കവറിങ് തയ്യാറാക്കണം. അപ്പോൾ അടുത്തതായി നമുക്കിനി സ്റ്റഫ് ചെയ്യാനുള്ള കവറിങ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് പുഴുങ്ങി തൊലി കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. കുക്കറിൽ വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇത് ഇനി നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. പൊട്ടറ്റോ മാഷർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചോ കട്ടയില്ലാതെ നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഞാനത് നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ച് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ വീതം
കോൺഫ്ലവറും മൈദയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം. ഉരുട്ടിയെടുക്കാൻ പാകത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഒത്തിരി ഒട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് മൈദയോ അല്ലെങ്കിൽ കോൺഫ്ലവറോ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഞാനിത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ 10 ഉരുളകളാക്കിയാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉരുളകളാക്കുന്ന വലിപ്പത്തിലാണ് ഉരുട്ടിയിരിക്കുന്നത്. ഇനി ഇത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരത്തിയെടുക്കാം. ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ മൈദമാവ് കയ്യിൽ തടവുന്നത് നല്ലതായിരിക്കും. കുറച്ച് മൈദമാവ് തൊട്ട് നമുക്കിത് പരത്തിയെടുക്കാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയതിന് ശേഷം റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഷേപ്പ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഷേപ്പ് ചെയ്തെടുക്കാം. മൈദ മാവിൽ ഒന്ന് മുക്കിയിട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്കിത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെല്ലാം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ മൈദയിൽ മുക്കി നന്നായിട്ട് ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും സ്റ്റഫ് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ കവറിങ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മൈദ ഉപയോഗിച്ച് നന്നായിട്ട് പരത്തിയെടുക്കുക. അപ്പം ഞാനതെല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. 10 എണ്ണവും സ്റ്റഫ് ചെയ്ത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ്. 2 മുട്ട നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയാണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അപ്പം ഞാനിവിടെ ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഒരു പാനിൽ എണ്ണ നല്ലതുപോലെ ചൂടാക്കിയിട്ടിരിക്കുകയാണ്. ഇനി മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്നാക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടുതൽ അങ്ങോട്ട് അടുപ്പിച്ചിടാൻ നിൽക്കരുത്. നമ്മളിത് മറിച്ചിടുമ്പോഴേക്കും ഉരുളക്കിഴങ്ങായതുകൊണ്ട് പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കഴിയുന്നതും വളരെ കുറച്ച് എണ്ണ മാത്രം പാനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ മറിക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഒരു സൈഡ് നല്ലതുപോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ ഇത് മറിച്ചിടാം. 2 സ്പൂൺ ഉപയോഗിച്ച് മറിച്ചിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ പൊട്ടിപ്പോകാതെ നമുക്കിത് മറിച്ചിടാൻ പറ്റും. ഇതുപോലെ മറിച്ചിടുകയാണെങ്കിൽ പൊട്ടിപ്പോകാതെ നമുക്ക് മറിച്ചിടാൻ പറ്റും. അപ്പോൾ ഞാനത് 3 എണ്ണവും മറിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ 4 എണ്ണം ഇതിനകത്ത് ഇടാം. പക്ഷെ ഞാൻ 3 എണ്ണമേ ഇട്ടുള്ളൂ. മറിച്ചിടാനുള്ള സൗകര്യത്തിന് 3 എണ്ണം മാത്രമാണ് ഞാൻ ഇട്ട് ഫ്രൈ ചെയ്തത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പം ഞാൻ ആദ്യത്തെ ബാച്ച് ഫ്രൈ ആയത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ലാസ്റ്റ് ബാച്ച് ആയതുകൊണ്ട് ഞാൻ 4 എണ്ണവും കൂടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അതും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ പൊട്ടറ്റോ കൊണ്ട് കവർ ചെയ്ത ബീഫ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് എത്ര കഴിച്ചാലും മതിയാകില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഇതുണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് വളരെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.